വെരിക്കോസ് വെയിൻ്റെ കോസ്, വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥം ഡയലേറ്റഡ് ആൻഡ് ടോർച്ചറസ് വെയിൻ എന്നാണ്. അതായത് വികസിച്ച ചുരുങ്ങിക്കിടക്കുന്ന വെയിൻ, വികസിച്ച് ടോർച്ചറസ് ആയിട്ട് കിടക്കുന്ന, വളഞ്ഞ് കിടക്കുന്ന വെയിനെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണം നമ്മുടെ മനുഷ്യരുടെ ഒരു അവസ്ഥയാണ്. നമ്മൾ സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്നവരാണ്. നമ്മുടെ ഹാർട്ടും ഈ ഞരമ്പുകളും കാലുമൊക്കെ ഒരേ വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതാണ്. ഈ ഞരമ്പുകളിലൊക്കെ വാൽവുകളുണ്ട്. ഈ വാൽവുകൾ താഴെ നിന്ന് മുകളിലേക്ക് രക്തത്തിനെ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ്. ഓരോ ഘട്ടത്തിൽ നിന്നും മേപ്പോട്ട് പോകുമ്പോൾ താഴത്തെ വാൽവ് അടയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് മുകളിൽ പോകുന്നത്. കാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാലിലാണ് കൂടുതലായും വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് കാലിൽ വരുന്ന ഞരമ്പുകളെയാണ്. കാലിൽ ഈ ഞരമ്പ് മുകളിലേക്ക് വന്ന് ഈ ഇടുപ്പിൽ ഒരു വലിയ ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ ഒരു വാൽവുണ്ട്, സാഫിനസ് വാൽവ് എന്ന് പറയും. ആ വാൽവ് ആണ് കാലിൽ നിന്ന് ശരീരത്തിലെ ഉള്ളിലേക്ക് പോകുന്ന, ഹാർട്ടിലേക്ക് പോകുന്ന രക്തത്തെ നിയന്ത്രിക്കുന്നത്. ആ വാൽവ് കേടായാൽ എന്ത് സംഭവിക്കും? ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള രക്തം കാലിലേക്ക് ഒഴുകി വരും. കാലിലേക്ക് ഒഴുകി വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ഞരമ്പുകൾ വികസിക്കും. ഞരമ്പുകൾ നമ്മൾ റബ്ബർ പോലെയുള്ളൂ, റബ്ബർ ട്യൂബുകളെ പോലെയാണ്. ആ റബ്ബർ ട്യൂബുകൾ വികസിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വാൽവ്, കൊച്ചു വാൽവുകളുണ്ട്, ഉടനീളം വാൽവുകളുണ്ട്. ഈ വാൽവുകളൊക്കെ വികസിച്ച് കഴിഞ്ഞാൽ വാൽവുകൾ പ്രവർത്തിക്കാതാകും. അപ്പം ഈ രക്തം താഴേക്ക് പോയിട്ട് ചെറിയ ഞരമ്പുകൾ കൂടുതൽ വികസിക്കും. അങ്ങനെ വികസിച്ച് ഇതിൽ കൊള്ളാത്ത രീതിയിൽ രക്തം ഉൾക്കൊള്ളുമ്പോഴാണ് ഈ പടച്ച് കിടക്കുന്നത്. അതിനെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് തന്നെ. ചികിത്സയിലേക്ക് വരുന്നത് ആദ്യം ഓരോ ഘട്ടമായിട്ട് ഇത് വരില്ല. ഒറ്റ ദിവസം കൊണ്ട് വെരിക്കോസ് വരില്ല. വെരിക്കോസ് വരുന്ന പ്രധാന കാരണം നമ്മളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടാണ്. കൂടുതൽ സമയം നിൽക്കുന്ന ജോലികൾ, പോലീസ്, കണ്ടക്ടർമാർ, സെക്യൂരിറ്റിക്കാർ, സർജന്മാർ, അവർക്കൊക്കെയാണ് കൂടുതൽ വരുന്നത്. പിന്നെ വരുന്നത് സ്ത്രീകൾ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ പ്രധാന വാൽവിൽ കൊടുക്കുന്ന പ്രഷർ കൂടുതൽ കൂടി വരും. അങ്ങനെയാണ് ആ വാൽവ് കേടാകുന്നത് തന്നെ. അതേസമയം സ്ത്രീകളിൽ വെരിക്കോസ് വരുന്ന പലപ്പോഴും അവരുടെ പ്രസവാനന്തരമാണ്. പ്രസവ സമയത്ത് വയറിനുള്ളിൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഈ യൂട്രസ് വന്ന് ഞരമ്പുകളെ തടസ്സപ്പെടുത്തും. ഞരമ്പുകളെ തടസ്സപ്പെടുത്തുമ്പോഴത്തേക്കും ആ ഞരമ്പുകളിലുള്ള വാൽവുകൾ കേടാവും. അങ്ങനെയാണ് അതുപോലെ തന്നെ പൈൽസും ഉണ്ടാകും, വെരിക്കോസും ഉണ്ടാകും. പൈൽസും ഒരു വെരിക്കോസ് തന്നെയാണ്, വെരിക്കോസ് വെയിൻ തന്നെയാണ് പൈൽസും. വെരിക്കോസിൻ്റെ പ്രത്യേകത, വെരിക്കോസിന് നമ്മൾ 2 തരം ഞരമ്പുകളുണ്ട്. ഒന്ന് നമ്മൾ പുറമേ കാണുന്ന ഞരമ്പുകൾ, രണ്ടാമത് അകമയുള്ള ഞരമ്പുകൾ. അകമയുള്ള ഞരമ്പുകൾ നമ്മൾ കാണില്ല. അപ്പോൾ ഈ അകമയുള്ള ഞരമ്പുകളും പുറമേയുള്ള ഞരമ്പുകളും തമ്മിൽ കണക്ഷനുണ്ട്. അവിടെയും വാൽവുണ്ട്. അതാണ് അതിൻ്റെ സംവിധാനം. ഒരു ഏണി കണക്കിരിക്കും. ഏണിയുടെ ഒരു ഭാഗം പുറമേയുള്ള ഞരമ്പ്, മറ്റേ ഭാഗം അകമയുള്ള ഞരമ്പ്. ഇതിന് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഞരമ്പുകളുണ്ട്. ഈ കണക്റ്റ് ചെയ്യുന്നിടത്ത് വാൽവുകളുണ്ട്. അതാണ് അതിൻ്റെ സിസ്റ്റം. നമ്മൾ വെരിക്കോസിൻ്റെ ചികിത്സ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും അതിൻ്റെ ഓപ്പറേഷനാണെങ്കിലും ഈ ഞരമ്പുകൾ തകരാറിലാകുന്നത് നമ്മൾ കുറേ കാലം കൊണ്ടേ ആകുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ആദ്യ കാലഘട്ടത്തിലേ നമ്മൾ കാണും ചെറിയ ഞരമ്പുകൾ പടച്ചു വരുന്നത്. ആ കാണുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഞരമ്പിന് ഉള്ളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കിടക്കുമ്പം കട്ടിലിൻ്റെ കാല് പൊക്കി വയ്ക്കുക. അതുപോലെ തന്നെ ബാൻഡേജുകൾ, എലാസ്റ്റോക്രിപ്പ് ബാൻഡേജുകൾ ഉപയോഗിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഞരമ്പ് കേടാകുന്നത് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം. അപ്പം വെരിക്കോസ് ഉണ്ടാകുന്നത് സമയം നമുക്ക് നീട്ടിക്കൊണ്ടുപോകുമ്പം നമുക്ക് ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കുകയോ നീട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യാം. ഓപ്പറേഷൻ ചെയ്താലുള്ള പ്രശ്നം, നമ്മൾ ഈ ഞരമ്പ് കാലിൽ നിന്ന് രക്തം ഹൃദയത്തിലെത്തിയേ പറ്റുള്ളൂ. അതിന് നമുക്ക് ഒരു സിസ്റ്റം അടച്ചാൽ മറ്റു സിസ്റ്റം വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഒരെണ്ണം അടയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കാലിലെ മറ്റ് ചെറിയ ഞരമ്പുകൾ, ജന്മനാ ഉള്ള കൊച്ചു ഞരമ്പുകൾ വികസിക്കും. ഇത് വികസിച്ച് മറ്റ് വഴികളിലൂടെ
ഈ മേജർ സിസ്റ്റത്തിലോട്ട് രക്തം കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് കാലിൽ നീര് വരാത്തത്. നമ്മളിപ്പോൾ ഒരു മേജർ ഹൈവേ അടയുമ്പോൾ മറ്റ് വഴികളിലൂടെ വാഹനങ്ങൾ പോയി അവരുടെ സ്ഥലങ്ങളിൽ എത്തുന്നത് പോലെ രക്തം മറ്റ് വഴികളിലൂടെ ഹൃദയത്തിലെത്തിയിരിക്കും. അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മേജർ ഞരമ്പ് അടയുകയും ചെറിയ ഞരമ്പുകൾ വികസിച്ച് തുടങ്ങുകയും ചെയ്യും. അങ്ങനെ വികസിച്ച് ഒരു 15 മുതൽ 20 വർഷം കൊണ്ട് ചെറിയ ഞരമ്പുകളെല്ലാം ആദ്യം ഉണ്ടായിരുന്ന ഞരമ്പുകൾക്ക് തുല്യമായ വ്യാസമുള്ള ഞരമ്പുകളായി മാറും. അപ്പോൾ ഏതാണ്ട് 15 മുതൽ 20 വർഷമാണ് വെരിക്കോസ് വെയിൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ്.